ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നുണ്ട്. അത് BJP സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ വാർത്തയുടെ വിശദാംശത്തിലേക്ക് വരാം. അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുന്നു BJP എന്നുള്ളതാണ്. മോഹൻ ജോർജ് ആണ് സ്ഥാനാർത്ഥി. അഡ്വക്കേറ്റ് മോഹൻ ജോർജ് BJP സ്ഥാനാർത്ഥിയാകും എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. വലിയ അനിശ്ചിതാവസ്ഥയുണ്ടായിരുന്നു. തുടക്കത്തിൽ BJP മത്സരിക്കാനില്ല എന്ന നിലപാട് സ്വീകരിച്ചു. പിന്നീട് BDJS മത്സരിക്കും എന്നതിലേക്ക് എത്തുന്നു. ചില സ്ഥാനാർത്ഥികളുടെ പേര് വിവരങ്ങളൊക്കെ പുറത്തു വരികയും ചെയ്തു. എന്നാൽ BDJSും മത്സരിക്കാനില്ല എന്ന നിലപാട് അറിയിച്ചതോടെ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി BJP മത്സരിക്കുന്നു എന്നുള്ളതാണ്. ശക്തമായൊരു രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന സാഹചര്യത്തിൽ അവിടെ മത്സരിക്കാതിരിക്കുന്നത് തെറ്റായ സന്ദേശം നൽകും എന്നൊരു അഭിപ്രായം സംസ്ഥാനത്ത് ഉള്ള ചില മുതിർന്ന നേതാക്കൾക്ക് ഉൾപ്പെടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ദേശീയ നേതൃത്വത്തിന്റെ നിലപാട് കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ BJP തന്നെ നിലമ്പൂരിൽ മത്സരിക്കുക എന്ന തീരുമാനത്തിലേക്ക് ആ പാർട്ടി എത്തിച്ചേർന്നിട്ടുള്ളത്. അഡ്വക്കേറ്റ് മോഹൻ ജോർജ് ആകും സ്ഥാനാർത്ഥി. ഇതിന്റെ ഔദ്യോഗിക സ്ഥിരീകരണം, ഔദ്യോഗിക പ്രഖ്യാപനമായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ പ്രകാരം അഡ്വക്കേറ്റ് മോഹൻ ജോർജ് BJP സ്ഥാനാർത്ഥിയാകുമെന്നുള്ളതാണ്. ഷഫീദ് റാവുത്തർ വിശദാംശങ്ങളുമായി. ഷഫീദ്, അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് BJP എത്തിയിരിക്കുന്നു. ഔദ്യോഗിക പ്രഖ്യാപനം എപ്പോഴുണ്ടാകും? അനുജ, ഔദ്യോഗിക പ്രഖ്യാപനം തന്നെയാണിത്. അതായത് ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമോ വേണ്ടമോ എന്നുള്ള കാര്യത്തിൽ BJP സംസ്ഥാന നേതൃത്വത്തിന് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയും മാത്രമല്ല നിലമ്പൂരിൽ മത്സരിക്കാൻ BDJSിലുള്ള സമ്മർദ്ദം BJP തുടരുകയും ഒക്കെ ചെയ്തിരുന്നു. ആദ്യം BJP ആവശ്യപ്പെട്ടപ്പോൾ മത്സരിക്കില്ലെന്നാണ് BDJS അറിയിച്ചത്. എന്നാൽ പിന്നീട് അതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകളൊക്കെ നടന്നു. ഒടുവിൽ BDJS നിലപാട് കടുപ്പിക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് തീരുമാനമെടുത്തിട്ടുള്ളത്. അഡ്വക്കേറ്റ് മോഹൻ ജോർജ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥിയാകും, BJP സ്ഥാനാർത്ഥിയാകും എന്നുള്ള കാര്യം ഔദ്യോഗികമായി തന്നെ ഇപ്പോൾ BJP കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന്, അവരുടെ കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് ഈ ഉത്തരവായി അവരുടെ ഒരു അറിയിപ്പായി, ഔദ്യോഗിക അറിയിപ്പായി തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ഈ മഞ്ചേരി ബാറിലെ അഭിഭാഷകനാണ് മോഹൻ ജോർജ്. മാത്രമല്ല BJP സജീവ BJP പ്രവർത്തകനാണ് എന്നുള്ള വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഏതായാലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കളത്തിൽ വേണമോ വേണ്ടയോ എന്നുള്ള BJPയുടെ ഒരു ശ്രമം, അതല്ലെങ്കിൽ അവരുടെ ഒരു ചിന്ത, അതടക്കമുള്ള കാര്യങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ BJP കേന്ദ്ര NDA ക്യാമ്പുകൾ ചർച്ചയായത്. അതിനൊടുവിൽ ആ സസ്പെൻസുകൾക്കൊടുവിൽ BJPയും ഇപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാം എന്നുള്ള കാര്യം തീരുമാനിച്ചിരിക്കുന്നു. ഇത് സംബന്ധിച്ച BJP സംസ്ഥാന നേതൃത്വത്തിലുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസം കേന്ദ്ര നേതൃത്വത്തിന് ശ്രദ്ധയിലേക്ക് വരികയും ഒടുവിൽ കേന്ദ്ര നേതാക്കൾ ഈ വിഷയത്തിൽ ഇടപെടുകയും ചെയ്തതിന് പിന്നാലെയാണ് കേന്ദ്ര നേതൃത്വം തന്നെ ഈ വിഷയത്തിൽ ഒരു തീരുമാനമെടുത്തിട്ടുള്ളത്. ആ തീരുമാനം അഡ്വക്കേറ്റ് മോഹൻ ജോർജ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കും എന്നുള്ളതാണ്. ഈ മലപ്പുറം കേന്ദ്രീകരിച്ച് തന്നെ പ്രവർത്തിക്കുന്ന ഒരാളാണ് മോഹൻ ജോർജ്, അഭിഭാഷകനാണ്. അതിനപ്പുറത്തേക്ക് അദ്ദേഹം BJPയുടെ വളരെ പ്രധാനപ്പെട്ട നിർണായകമായ തെരഞ്ഞെടുപ്പിൽ മുൻപ് സജീവ പങ്കാളിയായിരുന്ന മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ മോഹൻ ജോർജ് എന്ന് പറയപ്പെടുന്ന പേരിലേക്ക് വേണം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിച്ചേരുകയായിരുന്നു അനുജ.